അത് കറക്റ്റല്ലേ? ഉടമ്പടി കാലം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചുപോയി. തിരിച്ചു പോകാത്ത ആൾക്കാരുണ്ട്. ഇപ്പോഴും ആ പഴയതുപോലെ അതേ ചൈതന്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ നമുക്ക് 10 ലക്ഷം സബ്സ്ക്രിപ്ഷൻ ഇല്ലേ? പക്ഷേ ഉടമ്പടി ധ്യാനം കൂടുന്ന എത്ര പേരാണ് ഒരാഴ്ചയിൽ? 3 ലക്ഷം പേര്. ബാക്കി 7 ലക്ഷം പേരെന്തേ? അവരാ പഴയ ചൈതന്യത്തിൽ നിന്ന് തിരിച്ചു പോയിരിക്കണം. തിരിച്ചു പോയവരെക്കുറിച്ച് എന്താ ബൈബിൾ പറയണത്? അവരുടെ ചൈതന്യം, അവരെ നയിച്ച ചൈതന്യം കലേബിൻ്റെ ചൈതന്യമല്ല. അതുകൊണ്ട് എന്താണ് സംഭവിക്കണത്? അവർ വാഗ്ദാന നാട് പ്രാപിക്കുകയില്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സംഖ്യ 14:3-4 എടുത്തേ. സംഖ്യ 14:3-4. വാളിനിരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിനാ? കലേബിനെ പോലെ അല്ല, വേറെ കുറച്ച് ആൾക്കാരോടെ ഉണ്ടല്ലോ മോസസിൻ്റെ കൂടെ. അവരും ഉറ്റു നോക്കാൻ പോയ ആൾക്കാരാണ്. അവർ വന്നിട്ട് പറഞ്ഞ് അവിടെ ഉള്ളൊരു അനാർക്കിൻ്റെ മല്ലന്മാരുടെ മക്കളൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ ചെന്ന് അവരുടെ വാള് കൊണ്ട് നമ്മൾ ചത്തുപോകും. ഇനി യേശുവിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായി ജീവിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോഴും ആൾക്കാരെ പറ്റിച്ചും, ഇപ്പോൾ ചില ആൾക്കാർ എന്തുമാത്രം പറ്റിപ്പ് നടത്തിയാണ് ജീവിക്കണേ. പലതരത്തിലല്ലേ ഇപ്പോൾ പലതരത്തിലുള്ള ഇപ്പോൾ വിവാഹം ഡൈവേഴ്സ് എത്തുന്ന ആൾക്കാരുണ്ട്. പറഞ്ഞാൽ നിസ്സാരമായ കാര്യം ചിലപ്പോൾ ഒരു വാശിപ്പുറം അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളനുസരിച്ച് അപ്പുറത്ത് നടക്കണില്ല. അപ്പം ഞാനൊരു ദിവസം ഒരു സ്ത്രീയോട് ചോദിച്ചു, എടി നീ ഇപ്പം ഈ ഭർത്താവിനെ ഉപേക്ഷിക്കാനൊക്കെ പോണതിൻ്റെ ഉദ്ദേശം നിൻ്റെ അപ്പനല്ലേ? ആണ്. അപ്പനും മകളും തമ്മിൽ നല്ല സ്നേഹമാണ്. മകളെ കാണാതെ അപ്പനും ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിൻ്റെ പേരിൽ എന്ത് കാരണം? ചെറുക്കം വന്ന് മകളുമായിട്ട് അപ്പൻ്റെ കൂടെ വീട്ടിൽ താമസിക്കണം, നടക്കണ കാര്യമാണ്. അതായത് ഇവർക്ക് ഈ അപ്പനെയും മകൾക്കും അറിയാൻ പറ്റും. ചില പെൺമക്കൾക്ക് അപ്പന്മാരോട് ഭയങ്കര സ്നേഹമായിരിക്കും, ചില ആമക്കൾക്ക് അമ്മമാരോട് ഭയങ്കര സ്നേഹമായിരിക്കും. ഈ കക്ഷികൾക്ക് ഇതൊക്കെ അറിയാൻ പറ്റും. പക്ഷേ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിത വിളികളുമായിട്ട് നോക്കുമ്പോൾ ഇത് വാള് വാങ്ങി നിൽക്കും. അതാണ് കലിയ പറയണത്. വാളാണല്ല വരണത്. അവരുടെ താല്പര്യങ്ങൾ നടക്കത്തില്ലല്ലോ. അവരുടെ താല്പര്യം നടപ്പം അതങ്ങനെ അവൾ എന്നോട് പറയാതെ ഉപേക്ഷിച്ചു. പിന്നെ ഒരു 6 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അവളെ കണ്ട് വേറെ ഒരുത്തിനെ കെട്ടി, അതിനകത്ത് പിള്ളേരുണ്ട്. ഇപ്പം എന്നാ പറഞ്ഞാൽ അവന് ഉപേക്ഷിക്കാൻ പോയി. 3ാമത്തെ ഉപേക്ഷ ഇപ്പോൾ കഴിഞ്ഞെന്നാണ് തോന്നണത്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പം ഈ പല കാര്യങ്ങളും നിങ്ങളെ കുമ്പസാരിച്ചും കുർബാന സ്വീകരിച്ചൊക്കെ ജീവിക്കും. പക്ഷെ നിങ്ങൾ തട്ടിപ്പുകാരാ, ദൈവത്തിന് നിരക്കാത്ത ആൾക്കാരാ. ദൈവത്തിൻ്റെ വചനങ്ങളല്ല നിങ്ങളെ നയിക്കണത്, നിങ്ങളുടെ ശാരീരികമായ അഭിരുചികളാണ് നയിക്കുന്നത്. അത് ജഡത്തിൻ്റെ ആത്മാക്കളാണ്. ജഡത്തിൻ്റെ ആത്മാക്കൾ തിരിച്ചു പോകും ഇന്നല്ലെങ്കിൽ നാളെ. അവരിനി ഉണ്ടായാൽ തന്നെ അവിടെ ഉണ്ടാകത്തില്ല, അവർ പോയിക്കണം. അവരുണ്ടായിട്ട് നമ്മിങ്ങനെ ബോഡി പ്രസൻസ് ഉണ്ടെന്നേ ഉള്ളൂ. അവിടെ മനസ്സ് ദൈവത്തിൽ നിന്ന് അകലെയാണ്. അത് ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം ഇതിൽ നിന്ന് അകലെയാണെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 മത്തായി 15:8. മത്തായി 15:8. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. പറഞ്ഞ ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. തിരിച്ചുപോയി. ആ ബോഡി ഇവിടെ ഉണ്ട്, പക്ഷെ മനസ്സും ആത്മാവും ഇവിടെ ഇല്ല. തിരിച്ചുപോയി. അതാണ് വിഷയം. തിരിച്ചുപോക്കുകാരെ ഇങ്ങനെ തിരിച്ചു പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവം കലേബിനെ ഉയർത്തിക്കിട്ട് പറയും, ഇത് പൂർണ്ണമായിട്ട് അനുസരിക്കുന്നതാണ്. ഇവൻ്റെ ആത്മ വ്യത്യസ്തമാണ്. ഇവൻ പൂർണ്ണമായി എന്നെ അനുഗമിക്കുന്നു. മറ്റേതെന്താണ്? തിരിച്ചു പോയിരിക്കുന്നു. കലേബാണ്. കലേബിൻ്റെ എതിരായിട്ടുള്ള ആൾക്കാരാണ്. അവരെന്താ പറയണത്? ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ നിന്ന് നഷ്ടങ്ങളുണ്ടാകും. ലോകത്തിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് അവർ പറയണത്. അതുകൊണ്ട് എന്താ പറയണത്? സംഖ്യ 14:3-4 എടുത്ത് വായിച്ചോളൂ. ഹല്ലേലൂയ. 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 വാളിന് ഇരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്ക് ഇരയായി തീരുമല്ലോ. ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത്? ഇതാണ് സംഭവം. ഉടമ്പടി എടുത്തതിന് ശേഷം
കാര്യം കണ്ടതിന് ശേഷം തിരിച്ചു പോകുന്നതല്ലേ നല്ലത്. അതാ വിഷയം. ഇങ്ങനെ തിരികെ പോകുന്ന ആത്മാവിനെ കുറിച്ചാണ് പറയണത്. കാലേബിനെ ഉയർത്തണതിൻ്റെ കാര്യം അതാണ്. എന്താ പറഞ്ഞത്? കാലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. എന്താണ്? അവനെന്നെ പൂർണ്ണമായി അനുഗമിച്ചിരിക്കുന്നു. മറ്റുള്ളവർ കാര്യം കാണാൻ വേണ്ടി മാത്രം എന്നെ അനുഗമിക്കുകയും പിന്നെ അവർ തിരിച്ചു പോവുകയും ചെയ്തു. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, തിരിച്ചു പോകാത്ത കാലേബിനെ പോലെ പൂർണ്ണമായി നിത്യത വരെ നിന്നെ അനുഗമിക്കുന്ന അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ആകർഷിക്കണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഈ തിരിച്ചുപോക്കുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ബൈബിളിൽ ഇതിൻ്റെ ഒരു രീതികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ദിവസങ്ങളിൽ ചുമ്മാ ഇങ്ങനെ കർത്താവിൻ്റെ വചനം ഞാൻ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ജനങ്ങൾ വരുന്നല്ലോ, എന്താണ് പറയേണ്ടതെന്ന് ചോദിക്കും. അല്ലെ ഞാൻ ബുദ്ധിപരമായി ആലോചിച്ചൊന്നും പറയത്തില്ല. ഞാൻ നിങ്ങൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇത് അപ്പ് ചെയ്യും, തിങ്കളാഴ്ച ചൊവ്വാഴ്ച അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഒരു കർത്താവിൻ്റെ പുറകെ ഞാൻ നടക്കും. അടുത്ത ദിവസം എന്താ ജനങ്ങളോട് പറയാൻ നീ ഉദ്ദേശിക്കണത്? കാര്യം ഞാൻ ദൈവം പറയാത്ത ഒരു കാര്യം ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അടുത്ത ദിവസം എന്താ പറയാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചപ്പോഴാണ് കർത്താവ് ഇന്ന് പറയാൻ വേണ്ടി തന്നൊരു വചനമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞ ഇതാണ്, അതായത് നിനക്ക് വേണമെങ്കിൽ നിൻ്റെ കാര്യം നടത്തിയെടുക്കാം എൻ്റെ അടുത്ത് വരാതെ തന്നെ. നിൻ്റെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവരാം, അത് നടത്തിയെടുക്കാൻ പറ്റും. പക്ഷെ നിനക്ക് എൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു ജാതി ഉടമ്പടി രൂപപ്പെട്ട് വരുന്നുണ്ട്. അതറിയണമെങ്കിൽ മർക്കോസിന്റെ 2:4 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മർക്കോസ് 2:4 ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഇതെന്താ സംഭവം എന്നറിയാവോ? എന്താ സംഭവം? കർത്താവ് കഫർനാമിലൊരു വീട്ടിലിരിക്കുമ്പോഴേ ജനക്കൂട്ടം മുഴുവനും വീട് വളഞ്ഞ് പൊതിഞ്ഞ് നിൽക്കും. അപ്പോഴേ ഒരു തളവായ രോഗിയും കൊണ്ട് കുറേ ആൾക്കാർ വരും ഇല്ലേ? അപ്പോൾ വാദിക്കാൻ വരുമ്പോൾ ജനക്കൂട്ടം മാറിക്കൊടുക്കുക ഇല്ല, ഞങ്ങൾ അതിനു വേണ്ടി തന്നെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് മുട്ടുകൈ കൊണ്ട് ഇടിച്ച് അവർ ഓടിക്കും. അവരെന്നാ ചെയ്ത് സൈഡിൽ കൂടി, ഈ ഇസ്രായേലിൻ്റെ വീടല്ലേ, ഈ ചത്രം പോലെ ഇരിക്കും, സൈഡിൽ കൂടി ചെറിയ സ്റ്റെയർകേസുണ്ട്. അപ്പോൾ സൈഡിൽ കൂടെ കയറി മുകളിൽ ചെന്നിട്ട് കട്ടിലെ പൊക്കി ഈ മനുഷ്യനെ തട്ടിയാണ്. അവിടെ നമ്മുടെ മേൽക്കൂര പോലെ അല്ല, തട്ടിയാണ്. തട്ടി മാറ്റിയിട്ട് താഴേക്ക് ഇയാളെ 4 കാല് കയറെ പിടിച്ച് താഴേക്ക് ഇറക്കും. അപ്പം മേൽക്കൂര മാറ്റിയിട്ട് താഴേക്ക് അവർ ഇറക്കി കൊടുക്കുകയാണ്. ആ സംഭവമാണ് ഈ മർക്കോസ് പറയണത്. മത്തായി 2:4 പറയണത് എന്താണ്? ഒന്ന് പറഞ്ഞ ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷെ 4:5 എന്താ പറഞ്ഞത് നോക്കിയേ, വായിച്ചോളൂ. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് മേലോട്ട് നോക്കുമ്പോൾ പെരയുടെ തട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കട്ടിലിറങ്ങി വരികയാണ്. ചുറ്റും നിലക്കൂട്ടങ്ങൾ നടക്ക് ഈശോ ഇരിക്കുകയാണ്. അപ്പോൾ അവരുടെ വിശ്വാസം കണ്ട്, ആരുടെയാണ്? ഈ പെരയുടെ മുകളിൽ നിൽക്കുന്ന കയറിറക്കുന്ന ആൾക്കാരില്ലേ, 4 പേര്, അവരാണല്ലോ ഈ ആളെ പൊക്കി കൊണ്ടുവന്ന് ഇത്രയും കഷ്ടപ്പെടണത്. കഷ്ടനഷ്ടങ്ങളൊക്കെ സഹിച്ച് അവരാളെ താഴെ ഇറക്കുകയാണ്. ആ വീട്ടുകാരവിടെ നിന്ന് തെറി പറയുന്നുണ്ടാകും. കാര്യം ഇത് റിപ്പയർ ചെയ്യണമെങ്കിൽ കാശ് വേറെ വേണം വരും. നിൻ്റെ തന്ത കാശ് മുടക്കുവാന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും ആ വീട്ടുകാരവിടെ നിന്നുണ്ട്. പക്ഷെ അവന്മാർ ഭയങ്കര മുഴുക്കന്മാരായത് കാരണമേ ഈ വീട്ടുകാരൻ്റെ ഒരു പരിപാടി നടക്കണില്ല. അത് കാരണം ഇവനെ ഇറക്കി ബലം പ്രയോഗിച്ച് ഇറക്കിയപ്പോഴേ കർത്താവ് എന്തൊക്കെ മുഷ്കന്മാരാണെന്ന് പറഞ്ഞാലും അമ്മയുടെ വിശ്വാസത്തിന് വില ഉണ്ട് അവിടെ. ഈ മുഷ്കന്മാരുടെ കാര്യമൊക്കെ നടക്കി തെമ്മാടിത്തരം കാണിച്ചാലും പെര പൊളിച്ചാലും ഒക്കെ നിങ്ങളുടെ കാര്യം നടക്കാതിരിക്കത്തൊന്നിരിക്കില്ല. നിങ്ങളെ പെര പൊളിക്കണതും പെങ്ങൾക്ക് ഓഹരി കൊടുക്കാത്ത ആൾക്കാരും വീട് കെട്ടിച്ച പെണ്ണിനെ മുഴുവൻ വളയെടുത്ത് വിറ്റിട്ട് മകളെ കെട്ടിച്ചിട്ട് മരുമകളെ തല്ലി വീട്ടിൽ കൊടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. നിങ്ങൾ മുഷ്കന്മാരും തലവഴിക്കാരും തോന്നിവാസം തെണ്ടികളുമാണെങ്കിലും നിങ്ങളുടെ കാര്യം നടക്കും. വിശ്വാസം ഉണ്ടായാൽ മതി. കാര്യം മനസ്സിലായില്ല? കാര്യം നടക്കുമ്പോൾ എല്ലാവരും നല്ല മനുഷ്യരാണെന്ന് ധരിക്കരുത്. കാര്യം നടക്കുന്ന കൊണ്ട് ദൈവം നിങ്ങളെ അംഗീകരിച്ച് നിങ്ങൾ ധരിക്കരുത്. തെമ്മാടിത്തരം തോന്നിവാസം കാണിച്ചാലും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും. പക്ഷേ നിങ്ങൾക്ക് കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല.
അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നിങ്ങളുടെ നിയോഗം വരും, കട്ടിലോടുകൂടി ഇറക്കിയ ആൾ വരും, കട്ടിലോടുകൂടി ഇറക്കിയ ആൾ സുഖപ്പെടും, പക്ഷെ നിങ്ങൾ സുഖപ്പെടത്തില്ല. നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് വരും. രണ്ടും രണ്ട് വിഷയമാണ്. നിങ്ങളുടെ നിയോഗം നിങ്ങൾ നിവർത്തിയെടുക്കുന്നതും നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് വരുന്നത് ഒരു വിഷയമല്ല, രണ്ട് വിഷയമാണ്. കാര്യം എന്താ വെച്ചാൽ ഉടമ്പടിക്ക് ലക്ഷ്യമുണ്ട്, മാർഗമുണ്ട്. ഉടമ്പടിക്ക് എന്താ ഉള്ളത്? ഉടമ്പടിയിൽ ലക്ഷ്യം, നിങ്ങൾ ഉടമ്പടി ചെയ്യുന്ന ലക്ഷ്യം എന്താണ്? IELTS പാസ്സാകുക ഒരു ലക്ഷ്യമാണ്, വസ്തു വയ്ക്കുക വേറൊരു ലക്ഷ്യമാണ്, രോഗം സുഖമാക്കുക ഒരു ലക്ഷ്യമാണ് ഉടമ്പടി ലക്ഷ്യം. അതിന് നിങ്ങൾ മാർഗം എന്താ ചെയ്യണത്? നിങ്ങൾ പത്രം കൊടുക്കുന്നു, പേഴ്സണൽ പ്രവർത്തനം ചെയ്യുന്നു, അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, രോഗികളെ സുഖപ്പെടുന്നു, രോഗികൾക്ക് നിങ്ങൾ വസ്ത്രങ്ങൾ കൊടുക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ആധ്യാത്മിക ജീവിതം നിങ്ങൾ പരിപോഷിപ്പിക്കുന്നു. അതെല്ലാം മാർഗമാണ്. ലക്ഷ്യം എന്താണ്? IELTS പാസ്സാകുക, അല്ലെങ്കിൽ PR കിട്ടുക, അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് കിട്ടുക, ഇതൊക്കെയാണ് ലക്ഷ്യം. ഇത് നടക്കും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രീൻ കാർഡ് കിട്ടും, നിങ്ങളുടെ വിസ പ്രോസസ്സിങ് കഴിയും, നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ പോകാൻ പറ്റും, നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലം എല്ലാം കിട്ടും. പക്ഷേ ക്രിസ്തുവിൻ്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല. അത് ഈ തലവായ രോഗിയുടെ അടുത്ത് കെട്ടിയിറക്കുന്ന ആൾക്കാരെ പോലെ ഇരിക്കും. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വരാൻ പറ്റാതിരിക്കുകയും നിങ്ങളുടെ നിയോഗം വരികയും ചെയ്യണ കാര്യം വെച്ചാൽ നിയോഗം ലക്ഷ്യമായതുകൊണ്ടാണ്. നിയോഗമാണ് ലക്ഷ്യം. ഇവിടെ മാർഗം എന്താണ്? ഉടമ്പടി മാർഗമാണ്. ഇനി ചില ആൾക്കാർക്ക് നേരെ മറിച്ചാണ്. ഉടമ്പടി ലക്ഷ്യമാകും, നിയോഗം മാർഗമാകും. അവിടെയാണ് വിഷയം വന്നത്. ഉടമ്പടി ലക്ഷ്യമാകും. എന്താണ് ഉടമ്പടി എന്ന് പറയുന്നത്? എന്താണ്? ബയലാട്ടർ എഗ്രിമെൻറ്റ്. ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള എഗ്രിമെൻ്റാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ കാര്യം നടന്നാലും നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കർത്താവിനെ നേടുകയാണ് എൻ്റെ ലക്ഷ്യം. ഉടമ്പടി ലക്ഷ്യമാകും. ഉടമ്പടി ലക്ഷ്യമാകുമ്പോൾ മറ്റ് നിയോഗങ്ങളെല്ലാം, വസ്തു വയ്ക്കുക, ഗ്രീൻ കാർഡ് കിട്ടുക, വിസ കിട്ടുക, അതൊക്കെ മാർഗമാകും. അത് എൻ്റെ ലക്ഷ്യം എന്താണ്? ഞാൻ ഉടമ്പടി നിൽക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതും കർത്താവിന് വേണ്ടി നിത്യത വരെ നിലനിൽക്കുന്നതും കർത്താവിനെ കൈമാറുന്നതുമാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ദൈവമേ, ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഗുഡൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉടമ്പടിയുടെ നിയോഗങ്ങൾ നിങ്ങളല്ല എങ്കിൽ, ഉടമ്പടി ദൈവം നിങ്ങളെ കാണുന്നത് കലേബിനെതിരായിട്ടുള്ള സ്പിരിറ്റോടുകൂടി തിരിച്ചുപോയ ആൾക്കാരായിട്ടാണ്. കാര്യം നിയോഗം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു പോകും. കാര്യം എന്താണ്? നിങ്ങളുടെ ലക്ഷ്യം ഉടമ്പടി അല്ലായിരുന്നു, ഉടമ്പടിയിലുള്ള നിയോഗങ്ങളായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഈ ഒരു വ്യക്തിയെ ദൈവം തിരിച്ചറിയണത്, ഇത് നിൻ്റെ നിയോഗം എന്താണ്? ദൈവമാണോ നിൻ്റെ നിയോഗം? ഉടമ്പടിയുടെ ലക്ഷ്യം എന്താണ്? അത് ദൈവമാണെങ്കിൽ നിൻ്റെ നിയോഗങ്ങളെല്ലാം, ആവശ്യങ്ങളെല്ലാം ഒരു മാർഗമാകുകയേ ഉള്ളൂ. ചില ആൾക്കാർക്ക് മാർഗമല്ല. മാർഗം അവരുടെ ജോലി കിട്ടുക, വീട് പണിയുകയൊക്കെയാണ് അവരുടെ ലക്ഷ്യം. മാർഗമാണ് ഉടമ്പടി. ചിലർക്ക് ക്രിസ്തുവിൽ വളരുന്നതാണ് അവരുടെ ലക്ഷ്യം. അതിന് പറ്റുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകളെയാണ് അവർ നിയോഗമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതൊരു മാർഗമാകുകയേ ഉള്ളൂ. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്കൊരു മാർഗമാകുകയും ക്രിസ്തു നിങ്ങളുടെ ലക്ഷ്യമാകുകയും ചെയ്യുമ്പോൾ ഉടമ്പടി പെട്ടെന്ന് ഫയറാകാൻ തുടങ്ങും. ശ്രുതികട ഹല്ലേലൂയ. സംഖ്യ 14:24. എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല, എന്നാൽ എൻ്റെ ദാസനായ കാലേബിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. കാലേബിനെ കൊണ്ടുപോകുന്ന പറയണത്, അവൻ്റെ നിയോഗമല്ല കൊണ്ടുപോകണത്, ബൈ പേഴ്സൺ കൊണ്ടുപോവുകയാണ്. ഇതേ വ്യത്യാസം പറയണത്. ആ തറവായ രോഗിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? കൊണ്ടുവന്ന ആൾക്കാർ മുകളിൽ തന്നെ നിൽപ്പുണ്ട് അവിടെ, ഇല്ലേ? നിയോഗമാണ് താഴെ ഇറങ്ങി വന്നത്. ആ കൊണ്ടുവന്ന ആൾക്കാർ മർക്കോസ് മത്തായിയുടെ 3:2 മുകളിൽ തന്നെ ഇരിപ്പുണ്ട്. അവന്മാർ മുഷ്കുള്ളവന്മാരും തണ്ട് രോഗികളൊക്കെയാണ്. വീട്ടുകാരനായിട്ട് തെറിയും പറഞ്ഞവിടെ നിൽക്കുക, മുകളിൽ അവിടെ നിൽക്കുള്ളൂ, ഒരു കുഴപ്പമില്ല. അവന് നിയോഗം നടക്കാറുണ്ട്, പക്ഷെ അവന് കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. ഇതാണ് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് സംഭവിച്ചതാണ്. നിങ്ങളുടെ നിയോഗം നടക്കുന്നതോടെ നിങ്ങൾക്ക് വരാൻ പറ്റില്ല. അതാ പറഞ്ഞ കലേബിനെ അവൻ ഒറ്റുനോക്കിയ സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകും. കലേബിനെ കൊണ്ടുപോകുന്നവൻ അവൻ്റെ നിയോഗം കൊണ്ടുപോകുന്നല്ലേ പറയണത്. യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? നമ്മളും പോകണം, നമ്മുടെ നിയോഗം കർത്താവിൻ്റെ അടുത്ത് പോകണം. മനസ്സിലായില്ലേ? നമ്മുടെ നിയോഗം മാത്രം പോരാ. നിങ്ങളുടെ മകളെ കാനഡയിൽ വിട്ടാൽ മാത്രം പോരാ, നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലണം. അതാണ് വിഷയം പറയണത്. മകളെ കാനഡയിൽ വിട്ടാലും ഓസ്ട്രേലിയ വിട്ടാലും നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്നില്ലെങ്കിൽ അവസ്ഥ എന്താണ്? ഈ മുട്ടാളന്മാർക്ക് സംഭവിച്ചവരിക്കും. കണ്ടവൻ്റെ വില വിളിക്കാവുന്നല്ലാതെ വേറെ
പരിപാടി നടക്കത്തില്ല. അവർക്ക് കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റണില്ല. വിശ്വാസമുണ്ടവർക്ക്, പക്ഷേ വിശ്വാസമുള്ള എല്ലാവർക്കും അവരുടെ നിയോഗം നിറവേറും, പക്ഷെ കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. വിശ്വാസത്തിന് അങ്ങനെ ഒരു പരിമിതി ഉണ്ട്. വിശ്വാസം കൊണ്ട് മാത്രമല്ല എല്ലാം. വിശ്വാസത്തിനടുത്ത കഷ്ടനഷ്ടങ്ങൾ സഹിക്കണം. ആനുകൂല്യങ്ങളില്ലാത്തപ്പോഴും ദൈവത്തെ ഏറ്റവും വലിയ ആനുകൂല്യമായി കണ്ടുകൊണ്ട് ഉടമ്പടി ലക്ഷ്യം ദൈവമാണെന്ന് കരുതണം. ശ്രദ്ധിക്കട്ടെ. കർത്താവിൻ്റെ ഒരു മനസ്സാണ് ഞാൻ നിങ്ങളോട് പറയണത്. കർത്താവ് പറഞ്ഞിരിക്കുക, ഞാൻ ഉള്ളിടത്ത് എൻ്റെ സ്നേഹിതനും ഉണ്ടായിരിക്കും. ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. ഇതാണ് കർത്താവിൻ്റെ ഒരു മൈൻഡ് സെറ്റ്. ആ വചനം ഒന്നിന് വായിച്ചേ. യോഹന്നാൻ 12:26. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എന്നെ ഏറ്റു പറഞ്ഞേ, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. ഇതാണ് ഈശോയുടെ ഒരു മൈൻഡ് സെറ്റ്. എന്താണ്? എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ഈശോനെ അനുഗമിക്കേണ്ടത്. അല്ലെങ്കിൽ അതാണ് കാലേബിൻ്റെത്. കാലേബ് അന്ത്യം വരെയാണ് അവനെ നയിച്ച അരുവി വ്യത്യസ്തമാണെന്ന് പറയണത്. ചില ആൾക്കാർ നിയോഗം സാധിച്ച് കഴിയുമ്പോൾ അവർ സ്കൂട്ടാകും, വണ്ടി വിട്ട് പോകും. അതാണ് പ്രശ്നം. അവർ നിയോഗം സാധിച്ച് കഴിയുമ്പോൾ ഗുഡ് ബൈ പറയും. അവർ ഗുഡ് ബൈ പറയുമെന്ന് കർത്താവിന് അറിയാം. എന്നാൽ ഈ ഭൂമിയിലുള്ള കാര്യമല്ല, ചാകാതെ കിടക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവ് വെള്ളം കോരി ഒഴിക്കണതിനാണ്. ചാകാൻ പോകുന്നവർക്ക് നമ്മൾ വെള്ളം കൊടുക്കുമല്ല, അത്രയുള്ള ഉദ്ദേശിക്കുന്നത്. പക്ഷെ കർത്താവിൻ്റെ ഉദ്ദേശം അതല്ല. ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. അതാണ് നിത്യത വരെ നീ കർത്താവിൻ്റെ കൂടെ ഉണ്ടാകണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതിനാണ് നിയോഗം നിനക്ക് ചവിട്ടുപടിയായിട്ട് തരണത്. നിൻ്റെ നിയോഗങ്ങൾ നിത്യതയിലേക്കുള്ള നിൻ്റെ ചവിട്ടുപടി കർത്താവിലേക്ക് കയറി നിത്യത വരെ പോകുന്നു. അങ്ങനെ നിന്നെ അവൻ്റെ സ്നേഹിതനായിരിക്കുകയും നിത്യതയിൽ അവനായിരിക്കുന്നിടത്ത് നിൻ്റെ നിയോഗങ്ങളെ പ്രതി, അത് കഴിഞ്ഞുള്ള നിൻ്റെ വിശ്വാസത്തെയും ദൈവസ്നേഹത്തെയും സുവിശേഷ സാക്ഷ്യജീവിതത്തെയും പ്രതി നീയും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ, കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യതയെ സ്നേഹിച്ചാൽ ബാക്കി എല്ലാ നിയോഗങ്ങളും ചേർത്ത് തരും. പിന്നെ ചില നിൻ്റെ നിയോഗങ്ങൾ നടക്കത്തില്ല കേട്ടോ, ഉറപ്പായിട്ട് നടക്കത്തില്ല. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവമാണ് ഈ നിയോഗത്തെ എടുക്കുന്നത്, പിശാചല്ല. ദൈവം എടുക്കണം. കാരണം ദൈവം നോക്കും നിത്യതയ്ക്ക് വല്ല കളങ്കവും വരുക ഇത് നിനക്ക് തന്നാൽ നിൻ്റെ നിത്യത അപകടപ്പെട്ടു പോകുമെന്ന് നോക്കിയാൽ, നിത്യമായിട്ട് ദൈവത്തിൻ്റെ കൂടെ നീ ഉണ്ടാവത്തില്ല, ഈ അനുഗ്രഹം നിനക്ക് തന്നാൽ എന്ന് ദൈവത്തിന് തോന്നിയാൽ അത് വിത്ത് ഹീൽഡാകാൻ സാധ്യതയുണ്ട്. ചില ആൾക്കാരുടെ റിസൾട്ട് വിത്ത് ഹീൽഡല്ലേ, അതുപോലെ വിത്ത് ഹീൽഡാവും. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ നീ അത് റെക്ടിഫൈ ചെയ്യേണ്ടത്, അത് റിപ്പയർ ചെയ്യേണ്ടത്, നിൻ്റെ ഈ നിയോഗങ്ങളുടെ തടസ്സങ്ങൾ നീ റിപ്പയർ ചെയ്യേണ്ടത് ഉടമ്പടിയുടെ വർക്ക്ഷോപ്പ് റിപ്പയറിംഗ് എന്ന് പറയണത് നിത്യതയുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അല്ല നീ പോയി ഉടനെ ഞാൻ കുമ്പസാരിക്കാത്ത കൊണ്ടായിരിക്കും ചിലപ്പോൾ ദൈവം എനിക്ക് IELTS ഞാൻ പിന്നെയും ഹിയറിംഗ് തോറ്റതെന്നൊക്കെ പറയരുത്. നീ ഉടമ്പടിയുടെ വർക്ക്ഷോപ്പിലേക്ക് കയറുമ്പോൾ അത് റിപ്പയർ ചെയ്യേണ്ടത്
നിത്യതയുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. എന്താണ് കാര്യം? നിത്യതയെക്കുറിച്ചുള്ള നിൻ്റെ കൺസെപ്റ്റ് എന്താണ്? നീ നിൻ്റെ നിയമത്തെക്കാൾ ഉപരി നിത്യത സ്നേഹിക്കുന്നുണ്ടോ? നിത്യമായ ദൈവത്തെ കൂടെ ആയിരിക്കാനുള്ള 12:26 നീ ദൈവത്തെ പോലെ നീ അത് മാനിക്കുന്നുണ്ടോ? അതോ നിനക്ക് മിനിമം പരിപാടി മാത്രമേ ഉള്ളൂ? ഇത് കമ്പം കഴിയുമ്പോൾ കാറ്റുമതി നിൻ്റെ വഴിക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണോ? ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിൻ്റെ സ്വകാര്യമായ ലൗകികമായ ജഡികമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് മാത്രം ദൈവത്തെ നീ കരുവാക്കുകയാണോ? ഉടമ്പടി റിപ്പയർ ചെയ്യേണ്ടത്. നിൻ്റെ നിയോഗങ്ങൾ നടക്കുന്നില്ല, താമസിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടി നീ റിപ്പയർ ചെയ്യേണ്ടി വരും. ആ റിപ്പയർ ചെയ്യേണ്ടത് നീ ഉടനെ പോലും ഞാൻ പത്രം കൊടുക്കാത്ത കൊണ്ടായിരിക്കും, എന്നാൽ പത്രം കൊടുത്തേക്കാം. ഇപ്പം അതിൻ്റെ പേരിൽ ഒരു പുരുവാരുണ്ടായിരുന്നു വേണ്ട. അങ്ങനെ ഒരു ചില ആൾക്കാർ പത്രം കൊടുക്കണം. പത്രം വല്ലതും ഉണ്ടായി വീട്ടിൽ. ഞാൻ ചിലപ്പോൾ ഇപ്പോൾ എൻ്റെ കാര്യം ഇപ്പം നടക്കാത്ത വീണ്ടും ഞാൻ തോറ്റേൻ്റെ കാര്യം ചിലപ്പോൾ പത്രം കൊടുക്കാത്ത കൊണ്ട് ഞാൻ പത്രം കൊടുത്തേക്കാം. അങ്ങനെ നീ ഒരു പ്രേക്ഷിത പ്രവർത്തനയുടെ മിനിമം പ്രോഗ്രാം എടുത്തുകൊണ്ട് ചെറിയ പരിപാടി ഇട്ടുകൊണ്ട് റിപ്പയർ ചെയ്ത് നീ ഉടനെ റിപ്പയർ ചെയ്യേണ്ടത്, കർത്താവെ നിത്യമായിട്ട് നിൻ്റെ കൂടെ ആയിരിക്കാനാണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. എൻ്റെ ഉടമ്പടി നിത്യമാണ്, കാലികമല്ല, അതൊരു പ്രാദേശികമായ വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിത്യതയെ, അപ്പോൾ എൻ്റെ പ്രശ്നം നിത്യതയെക്കുറിച്ച് നിനക്ക് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഉടമ്പടി, ചില ആൾക്കാരുണ്ട് ഉടമ്പടിയുടെ തിരി അവരുടെ തീർന്നു പോകും. പിന്നെ അവരിവിടെ വരികയൊന്നുമില്ല. ആരെങ്കിലും വിട്ട് ഉടമ്പടി തിരി മേടിപ്പിക്കാൻ നോക്കും. സൂത്രക്കാരുണ്ടല്ല, ഉടമ്പടി സൂത്രക്കാർ, എന്തെല്ലാം തരം സൂത്രക്കാരാണ് ഉള്ളതെന്നറിയോ? അവിടെ ഉടമ്പടി തിരി തീർന്നു പോയി. അപ്പോൾ ആരെങ്കിലും പിടിച്ച് നിങ്ങൾ കൃപാസനത്തിൽ പോകണ, എന്നാൽ എൻ്റെ ഉടമ്പടി തിരിയും മേടിച്ചിട്ട് പോയാൽ കിട്ടുമോ? ഇവിടുന്ന് കിട്ടത്തില്ല. നിങ്ങളെവിടുന്ന് ഉടമ്പടി തൈലം ചോദിച്ചാൽ കിട്ടുമോ? ഇല്ല. ഞങ്ങൾക്കറിയാം ഇത് ഈ ഉടമ്പടി തൈലം തരണം 90 ദിവസത്തേക്കാണ്. അപ്പോൾ ഒരു തുള്ളി അരത്തുള്ളി ഉപയോഗിക്കാൻ പാടുള്ളൊരു ദിവസം. അപ്പോൾ ആ അവിടെ ഞങ്ങൾ നോക്കും, ഇത് എന്നാണ് ഉടമ്പടി തൈലം എന്നാ ഇഷ്യൂ ചെയ്തതെന്ന് നോക്കും. നിനക്കറിയാമല്ലോ ഇവിടെ ഏറ്റവും കൂടുതൽ ഇടിയുണ്ടാക്കുന്ന ആൾക്കാർ എന്തിനാണ്? ഉടമ്പടി തൈലത്തിനാണ്. കാര്യം അതല്ലേ വർക്കൗട്ട് ചെയ്യും. ഇപ്പം തന്നെ ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ അനിലിൻ്റെ ഒരു മകളുടെ പ്രശ്നം എന്താണ്? ആ ഒരു കുഞ്ഞിൻ്റെ പ്രശ്നം മറ്റേ കുഞ്ഞിൻ്റെ പ്രശ്നമല്ല, തലയുടെ 2 ചെവിയും സുഖപ്പെട്ടതല്ല, വേറൊരു കൊച്ചുണ്ട് അവന്. അത് എപ്പോഴും കിടന്നു പോകണ കൊച്ചാണ്, അതിന് മരുന്നില്ല. അപ്പോൾ അവനെന്താ ചെയ്ത്? അവൻ ഉടമ്പടി തൈലം കൊണ്ടുപോയി അവളുടെ അടിവയറ്റ്, ആ കുഞ്ഞിൻ്റെ അടിവയറ്റിലൊരു കുരിശിട്ട് അപ്പം സ്റ്റോപ്പായി സംഭവം. അപ്പം സ്റ്റോപ്പായി. അപ്പോൾ ഇങ്ങനെ അനുഭവങ്ങൾ കണ്ടാണ് അവർ വളരണത്. പക്ഷേ അത് കാരണം ഉടമ്പടി തൈലത്തിന് ഇവിടെ ഇടിയാണ്. പക്ഷെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കെട്ടുകണക്കിന് കൊടുക്കാം, കാശ് മേടിക്കാനുള്ള ഉദ്ദേശമാണെങ്കിൽ കൊടുക്കാൻ പറ്റും. കിട്ടുമോ? കിട്ടത്തില്ല. ആ പേപ്പർ നോക്കിയിട്ട് നിങ്ങൾ ഉടമ്പടി റെഗുലർ ആണെന്ന് നോക്കും. ആദ്യം നിങ്ങൾ പേപ്പർ നോക്കുമ്പോൾ അറിയാമല്ലോ ഉടമ്പടിയിലാണോ ജീവിക്കണമെന്ന് അറിയാൻ പറ്റുമല്ലോ. അല്ല ഉടമ്പടി തൈലത്തിന് വേണ്ടി മാത്രം ആരെങ്കിലും പറഞ്ഞു വിട്ടിരിക്കണമെന്ന് അറിയാൻ പറ്റും. എന്നിട്ട് അവിടെ കള്ളത്തടമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ കൃപാസനത്തിൽ തന്നെ ചില ഊളകളുണ്ട്, ബുദ്ധിയും പോലും ഇല്ലാത്ത, അതായത് കാര്യം ഇപ്പോഴും മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. അവരാരെങ്കിലും നിലവിളിച്ച് കഴിയുമ്പോൾ കൊടുക്കും, ഒരു തിരി കൊടുക്ക്, ഒരു തിടപ്പത്തിൽ കൊടുക്കുക. ഞാൻ എല്ലാത്തിനും ചവിട്ടിക്കറി അവിടെ ചെന്ന് വെച്ചു. എല്ലാത്തിനും കാര്യം എനിക്കറിയാം, അമ്മ എന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കണത്, ഈ വായി നോക്കളൊന്നും ഏൽപ്പിച്ചിട്ടില്ലല്ലേ. അപ്പോൾ എനിക്ക് പറയും, കാര്യം ഉടമ്പടിയുടെ കാര്യങ്ങൾ അറിയാതെ ചിലപ്പോൾ പുതിയ സ്റ്റാഫ് ഉണ്ടാവും, ബുദ്ധിബോധം അറിയാமல் എടുത്തു കൊടുക്കുക. അങ്ങനെ കൊടുക്കത്തില്ല. അതിൻ്റെ നിയമമെന്ന് പറയണത് ആ ഉടമ്പടി എപ്പോഴാണ് തീരണത്, ഉടമ്പടി വൃത്തിയായിട്ട് ഉപയോഗിക്കുന്നവർക്കാണ് ഉടമ്പടി തൈലം ഉള്ളത്. അതിൻ്റെ ഒരു തുള്ളിയാണ് ഒരു ദിവസം ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്കറിയാം, നെക്കിയാൽ വീഴത്, ഇങ്ങനെ ആൾക്കാർ കുടഞ്ഞാൽ പോലും അത് വീഴത്തില്ല, ഇതിനകത്ത് വീഴത്തില്ല. അത് അത്രയും വിലയുള്ള കുപ്പിയിൽ ചേരിക്കുന്നുണ്ട്, തുള്ളിയെ ഇങ്ങനെ കുടഞ്ഞാൽ വീഴത്തുള്ളൂ. എന്നിട്ട് അത് മൊത്തം ഇവിടെ ഒഴിച്ചിട്ടിട്ട് നിങ്ങൾ കാലിക്കുപ്പി അടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ആ കുടന കണ്ടിട്ടില്ല, ആമ്പായിട്ട് കുടന കണ്ടിട്ടുള്ള ആൾക്കാർ. ഇപ്പം ഞാൻ ചെല്ലും, എന്താ പരിപാടി എന്ന് ചോദിക്കും. അപ്പോൾ ഇത് കുടയുകയാണ്. ഞാൻ 2 തുള്ളിയായിട്ട് ഇടാൻ പറഞ്ഞിരിക്കുന്നത്, 2 തുള്ളി, ബാക്കി മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്. അതങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്. അവർ കൊണ്ടുപോയിട്ട് അവരൊന്ന് തോണ്ടിയാൽ മതി, അപ്പം ദൈവം അവർക്കറിയാം അതിൻ്റെ വില എന്താണെന്ന്. അതനുസരിച്ച് അവർ ജീവിക്കുകയാണ്. ദൈവത്തിനെ മുൻനിർത്തിയാണ്. ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്കിതൊന്നും പ്രശ്നമല്ല. ക്രിസ്തു ഇല്ലാതെ ഇങ്ങനെ കുടഞ്ഞിട്ട് കാര്യമില്ല, കൈയുടെ മണി പിടിയാവുന്നല്ല ഒരു കാര്യമില്ല. അപ്പം ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു പണി നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ സംഭവം ക്രിസ്തുവിനെ മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി പ്രോഗ്രാം അല്ലതാനും, അത് നിത്യത വരെയാണ്. ഞാനുള്ളിടത്ത് എൻ്റെ സ്നേഹിതനും ഉണ്ടായിരിക്കും. അപ്പോൾ ഉടമ്പടി ചില ആൾക്കാരുണ്ട്, അവർ ഉടമ്പടിയുടെ തിരി തീർന്നു പോയാലും അവർ ഉടമ്പടി തന്നെ ജീവിക്കും. ഉപവാസം കറക്റ്റ് ചെയ്യും, രോഗികളെ പോയി കാണും, അതുപോലെ തന്നെ അവരുടെ വിശുദ്ധ ജീവിതം നയിക്കും, ബൈബിൾ വായിക്കും, പത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. അവിടെ തിരി തീർന്നു പോയെന്നേ ഉള്ളൂ. പക്ഷേ അവരുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഉടമ്പടി ജീവിതം തീരത്തില്ല. ചില ആൾക്കാരുടെ ഉടമ്പടി തിരി തീരുമ്പോൾ എല്ലാം തീർന്ന്. അങ്ങനെയാണ് തിരിക്രിസ്ത്യാനി എന്ന് പറഞ്ഞ സാധനം. അത് ഇതിൻ്റെ അകത്തുണ്ട്. ഉടമ്പടി തിരിക്രിസ്ത്യാനിയുണ്ട്. തിരി തീരുമ്പോൾ അവരും തീരും. ചില ആൾക്കാർ തിരി തീർന്നാലും
ഉടമ്പടി തുറന്നുകൊണ്ടിരിക്കുക. കാര്യം ദൈവമായിട്ടുള്ള ഉടമ്പടിയാണ്, അതൊരു ജീവിതമാണ്. അത് തിരികെത്തിക്കൽ ഏർപ്പാട് മാത്രമല്ല എൻ്റെ അടുത്തുള്ളത്, അതൊരു ജീവിതമാണ്. അത് ദൈവത്തിന് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു സ്നേഹത്തിൻ്റെ പ്രതിബദ്ധതയാണത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി എന്ന ദൈവിക ജീവിതം, അമ്മയുടെ മാധ്യസ്ഥത്തിലെ കാലേബിനെ പോലെ പൂർണ്ണമായി അനുഗമിച്ചുകൊണ്ട് സത്യസന്ധമായി സുവിശേഷത്തിൽ സാക്ഷ്യമാകാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. കഴിഞ്ഞ ദിവസം ജീവൻ കോശി എന്നും പറഞ്ഞ് ഒരു പൈലറ്റോട് സാക്ഷ്യം പറഞ്ഞായിരുന്നു. ആ സാക്ഷ്യത്തിൽ ഒരു കണ്ടന്റ് ഉണ്ട്, അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ജീവൻ കോശി 2016 പൈലറ്റിങ്ങിന് പോയ, വിമാനം ഓടിക്കാൻ വേണ്ടി പഠിക്കാൻ പോയതാണ് സൗത്ത് ആഫ്രിക്കയിൽ. അയാൾ 3 കൊല്ലം പഠിച്ചു. അപ്പം നല്ല പൈലറ്റായിട്ട് 2019 പൈലറ്റായി. അപ്പോൾ ഈ ജീവൻ കോശിക്ക് പത്തനംതിട്ടക്കാരനാണ്. എത്ര വയസ്സുണ്ട്? 21 വയസ്സുണ്ട്. 21 വയസ്സിൽ മനുഷ്യൻ പൈലറ്റായി. പക്ഷെ വിമാനം പറപ്പിക്കാൻ പറ്റണില്ല. എന്താ കാര്യം? അതിന് ഇന്ത്യൻ ലൈസൻസ്, സൗത്ത് ആഫ്രിക്ക പഠിച്ചതല്ലേ. സൗത്ത് ആഫ്രിക്ക പഠിച്ചെങ്കിൽ 15 ദിവസത്തെ എന്തോ പറപ്പിക്കൽ ഇവിടെ പറപ്പിക്കണം ഇന്ത്യൻ വിമാനത്തിൽ. ഇന്ത്യയിൽ വേറെ പരീക്ഷ ഉണ്ട്, എയറോനോട്ടിക് എഞ്ചിനീയറിങ്ങിൻ്റെ വേറെ പരീക്ഷ ഇന്ത്യയിലുണ്ട്. നിങ്ങൾ ഏത് ലോകത്ത് എവിടെ പോയി ഫ്ലൈയിങ് പഠിച്ചാലും നമ്മുടെ രാജ്യത്തിന് ടെസ്റ്റുകളുണ്ട്. പക്ഷെ അത് എഴുതാൻ പറ്റണില്ല പുള്ളിക്ക്. പുള്ളി കോളറൊക്കെ കയറ്റി നല്ല മിടുക്കനായിട്ട് വന്നതാണ്. 21ാമത്തെ വയസ്സിൽ പൈലറ്റായിട്ട് വന്നതാണ്. പുള്ളിയെപ്പോലെ 21ാമത്തെ വയസ്സിൽ പൈലറ്റായ ആൾക്കാർ കുറവാണ്, വളരെ വിരലെണ്ണാനുള്ളത്. ഈ വിരലെണ്ണാനുള്ളതെന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, അഹങ്കാരം കൂടി പുള്ളിക്ക്. അത് കാരണം പറപ്പിക്കാൻ പറ്റണില്ല. ഇന്ത്യൻ പരീക്ഷയെല്ലാം തോറ്റു പോവുകയാണ്. അവൻ്റെ അമ്മ പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് വാന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ പറഞ്ഞ് നിങ്ങളെ കൊണ്ടൊന്ന് ആക്കാൻ ഞാൻ കയറത്തില്ലെന്ന് പറഞ്ഞു. കാരണം ബുദ്ധിപരമായിട്ട് ആലോചിച്ചിട്ട് ഇതൊന്നും ശരിയല്ലെന്ന് തോന്നണമെന്നും. എന്തൊരു ബുദ്ധി! 21 വയസ്സാണ്, ഇത് ടാലി ആകണില്ല പുള്ളിക്ക്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെങ്ങനെയാണ് ദൈവം, അപ്പം ദാറ്റ് മീൻസ് ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് വരെ ഭയങ്കര ഡാമേജ് ആയിരിക്കുമേ. ഇപ്പം നമ്മളിങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം ഇങ്ങനെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ എണ്ണിയിട്ട് ദൈവം വല്ല കമ്പ്യൂട്ടറും വെച്ചിട്ടുണ്ടായി ഇതൊക്കെ നോക്കാൻ വേണ്ടി. ആരാണ് ഉടമ്പടി എടുത്തത്, ആരാണ് ഉടമ്പടി എടുക്കാത്തത്, ആരാണ് അതിന് കാര്യം എടുക്കാൻ വേണ്ടി. ഇങ്ങനെയൊക്കെ ഈ ബുദ്ധിക്കോമരങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് കാട് കയറും. അഹങ്കാരം പെരുത്തിട്ടാണേ. ഉടമ്പടിക്ക് വേണ്ടത് എളിമയാണ് വേണ്ടത്, നിങ്ങളുടെ ബുദ്ധിയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മഹാനായ മനുഷ്യൻ കേരളത്തിലെ മതഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുകയാണ്. അത് പറയണത് ഇതാണ്: 1500 കൊല്ലം മുമ്പൊക്കെ എഴുതിയ പുസ്തകങ്ങളല്ലേ, അന്നത്തെ മനുഷ്യൻ്റെ ബുദ്ധിയല്ലേ എന്ന്. പുള്ളി ഏതോ മതത്തെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാണ്. പക്ഷേ പുള്ളി മതത്തെക്കുറിച്ചാണ് പറയണത്. മതഗ്രന്ഥങ്ങളെല്ലാം ബുദ്ധിയില്ലാത്തവർ എഴുതിയാണെന്നാണ് പുള്ളി പറയണത്. അപ്പോൾ യവൻ്റെ ബുദ്ധി എന്തുണ്ടായതാണ്? നിങ്ങൾക്കെപ്പോഴും മനസ്സിലാക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ബൈബിൾ വായിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 75 തൊട്ടാണ് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത്. 75, 25, 2000, ഇപ്പോൾ എത്ര 2023, 43 കൊല്ലമായി. 43 കൊല്ലമായിട്ട് ഞാൻ ഈ പൗലോസ് അപ്പോസ്തലൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഇരുന്ന് നിലവിളിക്കും. എന്താ കാര്യം? ഈ 2000 കൊല്ലം കഴിഞ്ഞാലും ഏത് ബുദ്ധിരാക്ഷസം വന്നാലും ഇത് പറയാൻ പാടാണെന്ന്. അത്രയ്ക്ക് അഭിഷേകമാണ്. അവിടെ ചോക്കാണെന്ന് എഴുതുന്നത്. നമ്മൾ വെറും പൗലോസ് അപ്പോസ്തലൻ വെറും ചോക്കാണ്. ആരാണ് എഴുതണത്? പരിശുദ്ധാത്മാവാണ് എഴുതണത്. നിത്യരക്ഷയെക്കുറിച്ചുള്ള ദൈവികമായ രഹസ്യങ്ങളാണ്. ലോകസ്ഥാപനം മുതലുണ്ടായിട്ടുള്ള രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ജ്ഞാനങ്ങൾ, ലോകത്തിൻ്റെ ബുദ്ധിമാന്മാരെ അവിടെ കുടിലതന്ത്രങ്ങൾ തന്നെ അവൻ കുടുക്കുമെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. ബുദ്ധി അല്ല ഇവിടെ ഉപയോഗിക്കണം. ബുദ്ധി വരും ഒരു പട്ടിയുടെ ബുദ്ധിയെ മനുഷ്യൻ ശരിക്കും പറഞ്ഞ ചില സമയത്തേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. യവൻ എന്താ ദൈവത്തെ അളക്കാൻ പോണത്? അപ്പം നമുക്ക് പെട്ടെന്ന് തോന്നും നമ്മൾ ആരോ ആണെന്ന്. ഇപ്പോൾ കോളേജിലൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ ചില പ്രൊഫസർമാർ വന്നിട്ട് കെമിസ്ട്രി ഒക്കെ പഠിപ്പിക്കുമ്പോൾ അവരോട് പറയും, ഞാൻ ആർട്സ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ കെമിസ്ട്രി സ്റ്റുഡൻറ്റിലൊക്കെ ഒരു അധ്യാപനമുണ്ട്, എപ്പോഴും ദൈവത്തിനെതിരെ സംസാരിക്കത്തുള്ളൂ.
അപ്പോൾ അയാളെന്ത് കേമനാണ്, പിള്ളേരുടെ മുമ്പിൽ അയാൾ കേമനായിട്ട് പറയണം. ആ പെലിച്ചാഴിക്ക് വല്ലതറിയാവോ? ദൈവത്തെ കണ്ടു ഒരു സ്വർഗസ്ഥനായ പിതാവ് മനസ്സമാധാനം ചെല്ലാൻ കഴിയാത്തവൻ പിന്നെ എന്തിനാണ് ദൈവത്തെക്കുറിച്ച് പറയണത്? ഒരു നന്മ തെളിഞ്ഞ മറിയം ദൈവസ്നേഹത്തോടെ ചെല്ലാൻ കഴിയാത്തവനെ, അതിനുള്ള ബുദ്ധിയും ബോധവും ഇല്ലാത്തവന്മാർ എന്തിനാണ് ദൈവം ഇല്ല ഉണ്ടാന്ന് പറയണത്? നീ കാണുകയോ കേൾക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അനുഭവ ജ്ഞാനമില്ലാത്ത വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഒരു ബോധവും ഇല്ലാത്ത ആൾക്കാരോട് സംസാരിക്കണത്? അതെല്ലാം ഇഡിയറ്റുകളാണ്. എന്താ കാര്യം?